നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പ വിളിച്ചു ചേർത്ത ആദ്യത്തെ അസാധാരണ കൺസിസ്റ്ററിക്ക് വത്തിക്കാനിൽ തുടക്കമായി. കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ സിനഡ് ഹാളിൽ യോഗം ആരംഭിച്ചത്. ജനുവരി 7-8 തീയതികളിലാണ് അസാധാരണ കൺസിസ്റ്ററി നടക്കുന്നത്. ജനുവരി 8-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പാപ്പയും കർദിനാൾമാരും ചേർന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് സമ്മേളനം സമാപിക്കുന്നത്. സഭയിലെ സമാധാനം, ഐക്യം, പരസ്പരമുള്ള കേൾവി എന്നിവയ്ക്കാണ് ഈ സുപ്രധാന യോഗത്തിൽ മുൻഗണന നൽകുന്നത്. സഭയുടെ ഭരണം, സിനഡാലിറ്റി, കൂരിയ പരിഷ്കരണം, ആരാധനക്രമ വിഷയങ്ങൾ എന്നിവയ്ക്കാണ് ഈ 2 ദിവസത്തെ ചർച്ചയിലെ പ്രധാന അജണ്ടകൾ. സഭയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങളും പിന്തുണയും നൽകുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം. വിശ്വാസത്തിന്റെ നവീകരണത്തിനും ലോക സമാധാനത്തിനുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത കർദിനാൾമാർ യോഗത്തിനു മുൻപ് പ്രകടിപ്പിച്ചു. ചിലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ലധികം കത്തോലിക്ക യുവജനങ്ങൾ രാജ്യത്തുടനീളം വിശ്വാസ പ്രഘോഷണത്തിനായി ഒത്തുചേർന്നു. പള്ളിയും സമൂഹവും പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പോന്തിഫിക്കൽ കാത്തലിക് യൂണിവേഴ്സിറ്റി ചിലിയിലെ വിദ്യാർത്ഥികളാണ് ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തങ്ങളുടെ വേനലവധി ആഘോഷങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തെ ഉൾഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ സന്ദേശം എത്തിക്കാനാണ് യുവാക്കൾ സമയം കണ്ടെത്തുന്നത്. വിശ്വാസം പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ ചാപ്പലുകളുടെ നിർമ്മാണത്തിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഇവർ സജീവമായി പങ്കാളികളാകുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനപ്രകാരം ചർച്ച് ദാറ്റ് ഗോസ് ഫോർത്തിന്റെ ഭാഗമായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തി ലോകപ്രശസ്ത അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് സ്കോട്ട് ആഡംസ്. അവസാന ഘട്ടത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിതനായ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ് ഈ സുപ്രധാന തീരുമാനമെടുത്തത്. തന്റെ പോഡ്കാസ്റ്റിലൂടെയാണ് 68-കാരനായ ആഡംസ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. സുഹൃത്തുക്കളായ ക്രിസ്ത്യാനികളുടെ സ്നേഹവും പ്രാർത്ഥനയുമാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. നഷ്ടപ്പെടാനൊന്നുമില്ല, ലഭിക്കാൻ ഒരു സ്വർഗമുണ്ടെന്ന പാസ്കുലിന്റെ തത്വം മുൻനിർത്തിയാണ് അദ്ദേഹം വിശ്വാസത്തിലേക്ക് വരുന്നത്. ലിയോ 14 പാപ്പയുടെ ജനുവരി മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. വചനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കാനായി പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥിക്കാം എന്നതാണ് ലിയോ 14 പാപ്പയുടെ ജനുവരി മാസത്തെ പ്രാർത്ഥനാ നിയോഗം. കഴിഞ്ഞ ദിവസമാണ് പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചത്. ദൈവവചനം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യവും നിയോഗം എടുത്തു പറയുന്നുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ തിരുവചനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയും വചനത്താൽ നയിക്കപ്പെട്ടുള്ള വിശ്വാസ ജീവിതത്തിനായി പരിശുദ്ധ പിതാവിനൊപ്പം പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ജനുവരി മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചത്. ന്യൂയോർക്ക് ആർച്ച് ഡയസിലെ ഓക്സിലറി ബിഷപ്പായ ജോൺ എസ് ബോണിസിയെ റോജസ്റ്റർ രൂപതയുടെ പുതിയ ബിഷപ്പായി ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. നിലവിലെ ബിഷപ്പായ സാവൽത്തോറെ ആർ മറ്റോണോ വിരമിക്കൽ പ്രായം എത്തിയതിനെ തുടർന്ന് സമർപ്പിച്ച രാജി സ്വീകരിച്ചുകൊണ്ടാണ് ഈ പുതിയ നിയമനം. 2022 മുതൽ ന്യൂയോർക്കിന്റെ സഹായമെത്രാനായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് ജോൺ ദൈവശാസ്ത്രത്തിലും കുടുംബജീവിത വിഷയങ്ങളിലും അഗാധമായ അറിവുള്ള വ്യക്തിയാണ്. 1991 പുരോഹിതനായ അഭിഷിക്തനായ അദ്ദേഹം സഭയുടെ വിവിധ ഭരണപരമായ ചുമതലകളിലും വിദ്യാഭ്യാസ മേഖലയിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.